ഇറാനെ ലക്ഷ്യമാക്കി അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അതിപ്പോഴും തുടരുന്നു എന്നാണ് അവകാശവാദം. ഇതിൽ യുഎസിന് വൻ നാശനഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ട് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെ കുറഞ്ഞത് 42 വ്യോമയാനങ്ങൾ യുഎസിന് നഷ്ടപ്പെടുകയോ തകരുകയോ ചെയ്തുവെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. അമേരിക്കൻ കോൺഗ്രസിന്റെ റിസർച്ച് സർവീസ് പുറത്തുവിട്ട ഔദ്യോഗിക റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാകുന്നു. തകർന്ന വിമാനങ്ങളുടെ യഥാർത്ഥ എണ്ണം ഇതിലും വർദ്ധിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. മനുഷ്യരെപ്പോൾ ജോലി ചെയ്യുന്ന നിരവധി സംവിധാനങ്ങൾ, AI സംവിധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിന്റെ കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, നേരത്തെ തന്നെ അമേരിക്കയിൽ വലിയ ആശങ്കയും എതിർപ്പുകളും യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് അമേരിക്ക സംഭവിച്ചിരിക്കുന്നത്, സമ്പദ് വ്യവസ്ഥയെ ബാധിക്കത്തക്ക വിധത്തിൽ. ഇപ്പോൾ വില കൂടിയ യുദ്ധവിമാനങ്ങൾ കൂടി നഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോൾ അമേരിക്കയിൽ ട്രംപിനെതിരെയുള്ള രോഷം അതികഠിനമാകും, സംശയമില്ല. രഞ്ജിത്ത്, തീർച്ചയായും ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ അങ്ങനെ എതിർപ്പുകൾ ഉയർന്നു വരുന്നു. ഡെമോക്രാറ്റുകളുടെ എതിർപ്പ് അതിശക്തമാണ്. അമേരിക്കയിലെ ജനവിഭാഗം, പൊതുജനങ്ങൾ വലിയ തോതിൽ ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക ചാടിപ്പുറപ്പെടുമ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നതെന്ന ചോദ്യമാണ് പൊതുവിൽ അമേരിക്കൻ ജനത ചോദിക്കുന്നത്. തീവ്രവാദമുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തുക, അതിനപ്പുറത്തേക്ക് വലിയ വലിയ യുദ്ധങ്ങളിലേക്ക് പോയി മറ്റ് കാരണങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി വലിയ ചിലവ്, വലിയ സാമ്പത്തിക ബാധ്യത രാജ്യത്തിന് വരുത്തുന്നത് എന്തിന് എന്ന് ചോദിക്കുന്ന വലിയൊരു ജനവിഭാഗം അമേരിക്കയിലുണ്ട്. മാത്രമല്ല, അമേരിക്കൻ സർക്കാർ ഒരു ഹിതപരിശോധനയിലേക്ക് പോവുകയാണ്. ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ സ്ഥിതി പന്തിയല്ല. പാർലമെൻറ്റിൻ്റെ അംഗീകാരമില്ലാതെ ഒരു പരിധിക്കപ്പുറം യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. പക്ഷേ അവിടെയാണ് വളരെ തന്ത്രപരമായ ഈ വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം വരുന്നത്. അതിനുശേഷം വീണ്ടും യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അത്തരം നിയമങ്ങളെ മറികടന്ന് ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ ട്രംപിന് കഴിയും എന്ന് തന്നെയാണ്. മാത്രമല്ല രഞ്ജിത്ത്, ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു തമാശ കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ട്രംപ് പറഞ്ഞത് ഇസ്രായേലിൽ തനിക്ക് 99% ജനപിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ ഇസ്രായേലിൽ പോയി മത്സരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു, അവിടെ പ്രധാനമന്ത്രിയാകാൻ താൻ മത്സരിക്കാൻ പോവുകയാണ് എന്നൊരു കാര്യം ട്രംപ് പറയുകയാണ്. ഒരുപക്ഷെ ഒരല്പം തമാശ കലർത്തിയാണെങ്കിൽ പോലും അവിടെ നിന്ന് കിട്ടുന്ന ജനപിന്തുണ ഒരു ഹരമായി ട്രംപ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു, യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. അത് കിട്ടാതെ വരുമ്പോൾ UN-നെ കടന്നാക്രമിക്കുന്നു, അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം ട്രംപ് നിർത്തലാക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ വല്ലാത്ത ഒരു ബാലിശമായ ചിന്താഗതികളും അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളുടെ മനസ്സുമായി നടക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റാണോ ട്രംപ് എന്ന് നമുക്ക് സംശയിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഈ യുദ്ധം അമേരിക്കയ്ക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. 3 ലക്ഷം കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ ഈ യുദ്ധം വഴി വന്നിട്ടുള്ളത്. ഈ തകർന്ന വ്യോമയാനങ്ങളുടെ പട്ടിക തന്നെ പുറത്തു വന്നിട്ടുണ്ട്. MQ-9 റീപ്പർ ഡ്രോണുകൾ 24 എണ്ണം. ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത് ഈ ഡ്രോൺ വ്യൂഹമാണ്. F-15E സ്ട്രൈക്കർ ഈഗിൾ 4 ഫൈറ്റർ ജെറ്റുകളാണിവ. ഇത് തകർന്നു വീഴുന്നു. F-35I ലൈറ്റ്നിങ് അത് ഒരെണ്ണം, US-ൻ്റെ ഏറ്റവും അത്യാധുനിക സ്റ്റെൽത്ത് വിമാനമാണ്. അത് ഈ യുദ്ധത്തിൽ തകർന്നു വീഴുന്നു. KC-135 സ്ട്രാറ്റോ ടാങ്കർ 7 എണ്ണമാണ്. അങ്ങനെയുള്ള ഉപകരണങ്ങൾ 7 എണ്ണം. അത് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളാണ്. അങ്ങനെയുള്ള വിമാനങ്ങൾ 7 എണ്ണമാണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത്. തീർച്ചയായും അങ്ങനെ വലിയ നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിക്കുന്നു. 42ഓളം വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്കുണ്ടായ തിരിച്ചടി ചെറുതല്ല. യഥാർത്ഥ എണ്ണം ഇതിലും ഉയർന്നേക്കാമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അമേരിക്ക കണ്ണീരായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.